എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കെട്ടിടത്തിൽ ആളുകളെ താമസിപ്പിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കെട്ടിട ഉടമയും സെക്യൂരിറ്റി ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. ഗുരുതര സുരക്ഷാ വീഴ്ച കെട്ടിട ഉടമയുടെ ഭാഗത്തു നിന്നും കമ്പനി ഉടമയുടെ ഭാഗത്തു നിന്നും കെട്ടിടത്തിന്റെ സുരക്ഷ നോക്കുന്ന സുരക്ഷാ ജീവനക്കാരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ 3 പേർക്കെതിരെയും നടപടിയെടുക്കാൻ 3 പേരെയും കസ്റ്റഡിയിലെടുക്കാനും നടപടിയെടുക്കാനുമാണ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആദ്യ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് അനുവദനീയമായിട്ടുള്ളതിനേക്കാൾ ആളുകളെ കെട്ടിടത്തിൽ താമസിപ്പിച്ചു എന്നുള്ളതാണ്. 7 നില കെട്ടിടമാണ് ഈ തീപിടുത്തമുണ്ടായിട്ടുള്ള കെട്ടിടം. 7 നില കെട്ടിടത്തിൽ 190-ലധികം ആളുകളെയാണ് താമസിപ്പിച്ചിരുന്നത്. അത്ര ആളുകൾക്ക് അവിടെ കഴിയാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഡബിൾ ബെഡ്റൂം ആണെങ്കിലും സിംഗിൾ ബെഡ്റൂം ആണെങ്കിലും ആ ഫ്ലാറ്റുകളിലെ അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ തന്നെ ബങ്കർ ബെഡുകൾ ഉപയോഗിച്ചു, തട്ടായിട്ടുള്ള ബെഡുകൾ ഉപയോഗിച്ചു. കൂടുതൽ തൊഴിലാളികളെ അവിടെ താമസിപ്പിച്ചു. അനുവദനീയമായിട്ടുള്ളതിനേക്കാൾ ആളുകളെ അവിടെ താമസിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കുറ്റകൃത്യമായി മനസ്സിലാക്കുന്നത്. രണ്ടാമത്, തീപിടുത്തമുണ്ടായപ്പോൾ പല ഭാഗത്തു നിന്നും പൊട്ടിത്തെറികൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. 12 ഗ്യാസ് സിലിണ്ടറുകൾ തുടക്കത്തിൽ തന്നെ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ കൂടുതലായി അവിടെ ഗ്യാസ് സിലിണ്ടറുകൾ അനുവദനീയമായിട്ടുള്ളതിനേക്കാൾ ഗ്യാസ് സിലിണ്ടറുകൾ ആ കെട്ടിടത്തിൽ ശേഖരിച്ചിരുന്നു. അവിടെ ആളുകൾ തൊഴിലാളികൾ ഭക്ഷണം പാകം ചെയ്തിരുന്നു. അങ്ങനെ അവിടെ തീപിടുത്തമുണ്ടായി. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതും അപകടത്തിന്റെ വ്യാപ്തി കൂടാൻ കാരണമായിട്ടുണ്ട്. മൂന്നാമത്, ഈ പറയുന്ന കെട്ടിടത്തിന്റെ സുരക്ഷാ പരിശോധന കൃത്യമായ സമയത്ത് നടത്തേണ്ടതാണ്. അത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ തന്നെ അനുകൂലമായി ഇവർക്ക് കെട്ടിട ഉടമകൾക്കും കമ്പനിക്കും അനുകൂലമായിട്ട് വഴിവിട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് ആഭ്യന്തര മന്ത്രാലയം സംശയിക്കുന്നുണ്ട്. അതാണ് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താനുള്ള തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ തന്നെ കമ്പനി ഉടമയ്ക്കെതിരെ, മലയാളിയായിട്ടുള്ള കമ്പനി ഉടമയ്ക്കെതിരെയും ആ കെട്ടിടത്തിൻ്റെ ഉടമയ്ക്കെതിരെയും സുരക്ഷാ ജീവനക്കാരനെതിരെയും ഒക്കെ നടപടിയുണ്ട്. ശക്തമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ അതിന് ഇനിയൊരു വ്യക്തത വരാനുമുണ്ട്. മരണസംഖ്യ എന്തായാലും ഉയരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.